കെ.പി.സി.സി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം.എൽ.എ ചുമതലയേറ്റു. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ കെ സുധാകരനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. ചുമതല എടുക്കുന്നതിന് മുന്നോടിയായി സണ്ണി ജോസഫ് എ.കെ. ആന്റണിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കമലേഷ്, വലിയൊരു മാറ്റം കെ.പി.സി.സിയെ സംബന്ധിച്ച്. നേരത്തെ ഈ ചുമതല കൈമാറുന്നതിന് മുൻപായി സുധാകരൻ വലിയ തരത്തിലുള്ള ഒരു പ്രസ്താവന അവിടെ നടത്തുന്നത് കേൾക്കാനിടയായി. തൻ്റെ കാലത്ത് കോട്ടങ്ങളില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ കെ.സി. വേണുഗോപാലിനെ ഉൾപ്പെടെയുള്ളവരെ ആ വേദിയിലിരുത്തിക്കൊണ്ടാണ് സുധാകരൻ പറയുകയും ചെയ്തത്. ഇപ്പോഴെന്താണ് അവിടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്? ചുമതല ഏറ്റെടുത്ത ശേഷം വി.ഡി. സതീശൻ അടക്കമുള്ള കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെ സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിജു, ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സംസാരിക്കുന്നത്. അതിന് തൊട്ടു മുൻപായി കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. സണ്ണി ജോസഫ് കെ സുധാകരനിൽ നിന്നും കെ.പി.സി.സി അധ്യക്ഷത പദം ഏറ്റെടുത്തു കഴിഞ്ഞു. മറ്റ് നേതാക്കളെല്ലാം തന്നെ, അതായത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാർ പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, അതായത് ദേശീയ തലത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ചുമതല കൂടിയുള്ള ദീപാദാസ് മുൻഷി, അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഈ ചടങ്ങിലുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഈ മറ്റ് നിരവധിയായ പ്രശ്നങ്ങൾക്കിടയിലാണ്, അസ്വാരസ്യങ്ങൾക്കിടയിലൊക്കെയാണ് ഈ ഒരു ചുമതല ഏറ്റെടുക്കൽ ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രശ്നങ്ങളൊന്നും ഒടുങ്ങിയിട്ടില്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കെ മുരളീധരനും ആന്റോ ആന്റണിയും തമ്മിൽ നവമാധ്യമങ്ങളിലടക്കം ഒരു പോര് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. താൻ കെ.പി.സി.സി അധ്യക്ഷനാവുന്നതിനെ തടയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിന് തടയിട്ടത് കെ മുരളീധരനാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ആന്റോ ആന്റണി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് മറുപടിയുമായി ഫേസ്ബുക്കിൽ തന്നെ, അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ തന്നെ അതിന് കെ മുരളീധരൻ മറുപടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ ഈ വേദിയിൽ കെ മുരളീധരനുണ്ട്, പക്ഷേ ആന്റോ ആന്റണി ഈ യോഗത്തിൽ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എം.എം. ഹസൻ അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ എം.എം. ഹസനോട് ഈ വിഷയം സംസാരിക്കാൻ പോലും ദേശീയ തലത്തിൽ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ നേതാക്കളും ഈ പുതിയ മാറ്റവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പോലും ഇതുവരെയും എം.എം. ഹസൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും പുതിയ ഒരു നേതൃത്വം കെ.പി.സി.സിക്ക്, അതുപോലെ തന്നെ യു.ഡി.എഫിന് ഉണ്ടാവുകയാണ്. അതിന്റെ ചടങ്ങുകളെല്ലാം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പുതിയ കെ.പി.സി.സി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം.എൽ.എ ചുമതലയേറ്റു. ഇന്ദിരാഭവനിൽ ഇപ്പോഴും ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത്, അവിടെ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത്, തൻ്റെ കാലത്ത്, താൻ കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന കാലത്ത് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കോട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു ഒളിയമ്പാണ്, ആരെയൊക്കെ സൂചന, ആർക്കൊക്കെയോ എതിരെയാണ് കെ സുധാകരൻ പറഞ്ഞത് എന്ന് വ്യക്തവുമാണ്.